ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ദീക്ഷ CS ലേണിങ്ങിൻ്റെ കമ്പനിലോടെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം നിങ്ങൾ പല പല സ്റ്റുഡൻസ് കാണും. ചിലർ ഓൾറെഡി പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് കാണും. അതുപോലെ തന്നെ ചിലർ സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിച്ചവർ കാണും. ചിലർ പല പല തവണ അറ്റംപ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാത്തവർ കാണും. അപ്പം അങ്ങനെയുള്ള ഏതും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ അതെല്ലാം എന്താ പറയുക, ചിലർ എംപ്ലോയ്മെന്റ് സൈഡിൽ നിന്ന് വന്നവരാകാം, ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാകാം. അപ്പോൾ അതൊന്നും നമ്മളിവിടെ ബാധകമല്ല. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ന്യൂ ബിഗിനിങ്, നമുക്കിത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു നല്ല നോളജോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് അത് ഓർക്കുക. 2, സ്റ്റഡി മെറ്റീരിയൽ. എല്ലാവരും ഫസ്റ്റ് നമ്മുടെ കമ്പനിയുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്ത് ഫ്രണ്ടിൽ വെക്കുക. അതുപോലെ തന്നെ ഒരു പേന, അതും മസ്റ്റായിട്ട് വേണം. അത് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മാർക്കർ കാണും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടി. അപ്പൊ അതിന്റെ ഗുണമെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോയിന്റുകൾ മാത്രമേ നിങ്ങൾ അതിനകത്ത് മാർക്ക് ചെയ്യാവുള്ളൂ. അതല്ലാതെ വേറെ ഒന്നും മാർക്ക്. നമ്മൾ കമ്പനിയെ കുറിച്ച് അറിയാം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതെല്ലാം കൂടി നമുക്ക് നോട്ട് ചെയ്ത് പോകാൻ വളരെ പാടാ. അതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറയുമ്പോൾ അത് മാത്രം അടയാളപ്പെടുത്തി പോവാ. അതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. അതിന് മുമ്പുള്ളതോ അതിനിടയ്ക്കുള്ളതോ ഒന്നും നോക്കണ്ട. ഞാൻ പറയുന്ന പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പോയാൽ മതി. റിവിഷനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഒന്ന് മനസ്സിൽ നിന്ന് ഇതുവരെ പഠിച്ചതെല്ലാം മാറ്റിവെക്കുക. 2 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു പേന എപ്പോഴും കൈ വേണം. പറയുന്ന പോയിന്റ് അതുപോലെ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കമ്പനിലോ അതിന്റെ പ്രാക്ടീസിൽ എക്സിക്യൂട്ടീവ് സ്റ്റുഡൻസിന് ഒരു പാർട്ട് ബി ഉണ്ട്. അപ്പൊ അതിനകത്ത് ചാപ്റ്റർ 15 ഉണ്ട്, 16 ഉണ്ട്. അതിനകത്ത് ചാപ്റ്റർ 15 എന്ന് പറയുന്നത് ബോർഡ് കോമ്പോസിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്, അതിന്റെ പവേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ചാപ്റ്റർ 16 എന്ന് പറയുന്നത് എന്താണ്, ബോർഡ് മീറ്റിംഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ച ടൈമിൽ ഞാൻ എങ്ങനെ അതിനെ കണക്ട് ചെയ്തതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. സെക്ഷൻ ഓറിയൻ ഈ 2 ചാപ്റ്റേഴ്സും എങ്ങനെ നമുക്കൊന്ന് മെർജ് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് പോവാം. അപ്പം ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്യുന്ന രീതി ഒന്ന് പറയാം. അപ്പൊ ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. അത് നമ്മൾ ഫൈനൽ എന്ന് വെച്ചാൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിനകത്ത് ഫൈനൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ ഇത് കണക്ട് ചെയ്ത് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം സെക്ഷൻ ഓറിയന്റഡ് ആയിട്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 173 ആണ്. അപ്പൊ ഈ സെക്ഷൻ 173 തൊട്ട് സെക്ഷൻ 180 വരെ എങ്ങനെ കണക്ട് ആകും നമുക്കൊന്ന് നോക്കാം. ഏതാണ് സെക്ഷൻ 173 തൊട്ട് സെക്ഷൻ 180 വരെ എങ്ങനെ കണക്ട് ആകും നമുക്ക് നോക്കാം. ഓക്കെ, അത് പലർക്കും ഡൗട്ട് ഉണ്ട്, ഇത് എങ്ങനെ കണക്ട് ആകും എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ വരുമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെക്ഷൻ 173 എടുക്കാം. സെക്ഷൻ 173 എന്ന് പറയുന്നത് എന്താണ്, ബോർഡ് മീറ്റിംഗ് ആണ്. ഓക്കെ, ബോർഡ് മീറ്റിംഗ് ആണ് നമ്മുടെ സെക്ഷൻ 173 എന്ന് പറയുന്നത്. അപ്പോ പറയാം, നമ്മളൊരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് നടത്തിയിരിക്കണം. എത്രയാണ്, ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഡേറ്റ് എന്നാണോ അന്ന് തൊട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ബോർഡ് മീറ്റിംഗ് നടത്തിയിരിക്കണം. ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് നടത്തിയിരിക്കണം. അതിനുശേഷം അതിനുശേഷം വരുന്നത് എങ്ങനെയാണ്, ഒരു വർഷത്തില് 4 ബോർഡ് മീറ്റിംഗ് ഒരു കമ്പനി നടത്തേണ്ടത് അല്ലെ. അതിനകത്ത് 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡേയ്സിനേക്കാൾ കൂടാൻ പാടില്ല. നോട്ട് ചെയ്തല്ലോ. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കറക്റ്റ് ആയേ. അപ്പം ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 173 എന്ന് പറയുന്നത് ബോർഡ് മീറ്റിംഗ് ആണ്. ആ ബോർഡ് മീറ്റിംഗ് 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിലാണ് ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടത്. അതിനുശേഷം ഒരു വർഷം നമ്മൾ 4 ബോർഡ് മീറ്റിംഗ് ആണ് നടത്തേണ്ടത്. അതിൽ തന്നെ 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡേയ്സിനുള്ളിൽ മുകളിൽ കൂടാൻ പാടില്ല. ഓക്കെ അല്ലേ?
ഇതാണ് സെക്ഷൻ 173 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാണ്. നമ്മുടെ OPC, അതുപോലെ തന്നെ ഡോർമെന്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനി, സ്റ്റാർട്ടപ്പ്. അപ്പൊ നമ്മൾ സാധാരണ കമ്പനികൾക്കെല്ലാം എന്താണ് വർഷത്തിൽ 4 ബോർഡ് മീറ്റിംഗ് നടത്തണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 3 കമ്പനീസ് ഉണ്ട്. വൺ പേഴ്സൺ കമ്പനി, അതുപോലെ തന്നെ ഡോർമെന്റ് കമ്പനി, പിന്നെ പ്രൈവറ്റ് കമ്പനി, സ്റ്റാർട്ടപ്പ് ആയുള്ള പ്രൈവറ്റ് കമ്പനി. ഇവർക്കൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വർഷം 2 ബോർഡ് മീറ്റിംഗ് നടത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ അവർക്ക് 2 ബോർഡ് മീറ്റിംഗ് നടത്തിയാൽ മതി. പക്ഷേ അവര് 2 ബോർഡ് മീറ്റിംഗ് നടത്തുമ്പോൾ അതിനകത്തുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം എന്ത് വേണം, 90 ഡേയ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓർത്തു വെക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണേ. ഓക്കെ, അപ്പോൾ ബോർഡ് മീറ്റിംഗ് ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 173 ആണ് ബോർഡ് മീറ്റിംഗ് എന്നുള്ളത് നോക്കുക. അതിനകത്ത് ഒരു കമ്പനി ഫസ്റ്റ് ഇൻകോർപ്പറേറ്റ് 30 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് നടത്തുക. ഓക്കെ, ഒരു കമ്പനി ഒരു വർഷത്തിൽ 4 ബോർഡ് മീറ്റിംഗ് നടത്തണം. 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 120 ഡേയ്സിനുള്ളിൽ കൂടാം. 120 ഡേയ്സിനേക്കാൾ കൂടാൻ പാടില്ല. ഓക്കെ, ഇനി OPC, വൺ പേഴ്സൺ കമ്പനി ആയിക്കോട്ടെ, ഡോർമെന്റ് കമ്പനി ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആയുള്ള പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ, അവർക്ക് എന്താണ് വർഷത്തില് 2 ബോർഡ് മീറ്റിംഗ് നടത്തിയാൽ മതി. അതിനകത്ത് ഗ്യാപ്പ് 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 90 ഡേയ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. സിമ്പിൾ, ക്ലോസ് ആയ ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗായിട്ട് ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങളുണ്ട്. പിന്നെ ബോർഡ് മീറ്റിംഗിന്റെ ഏതാണ് നമ്മൾ പറയുന്നത്, സെക്ഷൻ 173 സബ്സെക്ഷൻ 3 ഏതാണ്, നോട്ടീസ്. ബോർഡ് മീറ്റിംഗ് നടത്തുമ്പോൾ എന്തായാലും നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ 7 ഡേയ്സ് നോട്ടീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ബോർഡ് മീറ്റിംഗിന് നമ്മൾ കൊടുക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് 7 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുക. ബോർഡ് മീറ്റിംഗിന്റെ നോട്ടീസ് എന്ന് പറയുന്നത് 7 ഡേയ്സ് നോട്ടീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 7 ഡേയ്സ് നോട്ടീസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ 7 ഡേയ്സിൽ കുറയാൻ പാടില്ല. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയാം ഹയർ നമ്പർ ഡേയ്സ് എന്ന് വെച്ചാൽ ഈ 7 ഡേയ്സിനേക്കാൾ കൂടി വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാരണവശാലും 7 ഡേയ്സിനേക്കാൾ കുറഞ്ഞൊരു ഡേറ്റ് പറയാൻ പാടില്ല. ഓക്കെ, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ ഓൾറെഡി കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോർഡ് മീറ്റിംഗ് നടത്തുന്നതിന് മിനിമം 7 ഡേയ്സ് നോട്ടീസ് കൊടുത്തിരിക്കണം. ബോർഡ് മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് 7 ദിവസത്തെ നോട്ടീസ് എങ്കിലും കൊടുത്തിരിക്കണം. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ പറയാം 7 ദിവസമല്ല, ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഹയർ നമ്പർ ഒരു 8 ഡേയ്സ് 10 ഡേയ്സ് ഒക്കെ വെച്ച് അവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാരണവശാലും 7 ഡേയ്സിൽ കുറയരുത്. അത് ഓർത്തു വെക്കുക. ഇത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പയ്യെ പറയാം. പിന്നെ ബോർഡ് മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ പറയുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഇതിനകത്ത് വരുന്ന വേറൊരു സെക്ഷനാണ് സെക്ഷൻ 118 എന്ന് പറയുന്നത് മിനിറ്റ്സ് ആണ്. ഓക്കെ, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു ബോർഡ് മീറ്റിംഗ് ആയിക്കോട്ടെ, ജനറൽ മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മിറ്റീസ് ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ അവിടെ കുറെ കാര്യങ്ങൾ അജണ്ടകളൊക്കെ നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ അതിനകത്ത് നടന്ന പ്രൊസീഡിങ്സ് എല്ലാം തന്നെ നോട്ട് ചെയ്യുന്നത് എവിടെയാണ്, മിനിറ്റ്സിലാണ്. ഓക്കെ, അപ്പൊ ആ മിനിറ്റ്സിനകത്താണ് നമ്മൾ പ്രൊസീഡിങ്സ് ഫുള്ള് നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതാണ് സെക്ഷൻ 118 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആലോചിക്കുക, നമ്മൾ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് എന്നാണോ വിത്തിൻ 30 ഡേയ്സ് വിത്തിൻ 30 ഡേയ്സ് മിനിറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം സെക്ഷൻ 118 പ്രകാരം ഒരു കമ്പനി ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് എന്നാണോ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ അതിന് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്ത് ഫൈനലാക്കിയിരിക്കണം, ഫൈനലൈസേഷൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോർഡ് മീറ്റിംഗ് നമുക്ക് ബേസിക് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അടുത്തതിനകത്ത് പറയാം. ഓക്കെ, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്, ചെയർമാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്തതിനകത്ത് പറയാം. ഇനി ഇത് കഴിഞ്ഞു, ഇനി അടുത്ത വരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 174. ഇമ്പോർട്ടൻ്റ് ആണ്, കോറം എന്ന് പറയും. ഓക്കെ, കോറം ഫോർ ബോർഡ് മീറ്റിംഗ്. അപ്പോൾ നമുക്ക് കോറം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം ഒരു ബോർഡ് മീറ്റിംഗ് നടക്കുന്നു, അതിനകത്ത് ഇത്ര പേഴ്സൺസ്, ഇത്ര ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ എന്ത് പറ്റൂ, ആ
അതിനകത്ത് എടുക്കുന്ന ഡിസിഷൻസ് വാലിഡ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ ബോർഡ് മീറ്റിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. കോറം ഇല്ല എന്നുണ്ട് എങ്കിൽ നമുക്ക് ബോർഡ് മീറ്റിംഗ് നടത്താൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് സെക്ഷൻ 174 കോറം എന്ന് പറയുന്നത്. അപ്പൊ കോറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം കോറം എത്രയാണ്? 1/3 നമ്മുടെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 1/3 അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ്. ഓക്കെ, ഇതിനകത്ത് ഏതാണോ ഹയർ ഇതായിരിക്കും കോറം. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത് നമുക്ക് ഇതൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും. ഈ കോറം വെച്ച് നമുക്ക് ചോദിക്കും. അതുപോലെ തന്നെ ഈ 7 ഡേയ്സിന്റെ കാര്യത്തിൽ ചോദിക്കും. അതുപോലെ തന്നെ മിനിറ്റ്സിന്റെ കാര്യം ചോദിക്കും. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നോക്കേണ്ട കാര്യം സെക്ഷൻ 174 എന്താണ്? ബോർഡ് മീറ്റിംഗിന്റെ കോറമാണ്. അപ്പൊ ആ കോറം എത്രയാണ്? നമ്മുടെ ബോർഡ് മീറ്റിംഗിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സ്ട്രെങ്ത് ടോട്ടൽ എത്രയാണോ അതിന്റെ 1/3, അതല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ്. ഇതിനകത്ത് ഏതാണോ ഹയർ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോറം എന്ന് പറയുന്നത്. ഓക്കെ ആയില്ലേ? ഇനി പക്ഷെ ഈ ഒരു പ്രൊവിഷൻ നമ്മുടെ OPCക്ക് ബാധകമല്ല. എപ്പോഴാ ബാധകമല്ലാത്ത? ഒരു ഡയറക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ OPCക്ക് അത് ബാധകമല്ല. 1 പേഴ്സൺ കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്പൊ ഇത് ബാധകമാണ്. അപ്പൊ അവർക്ക് മാറിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോ 1 പേഴ്സൺ കമ്പനിക്ക് ഒരു ഡയറക്ടറെ ഉള്ളൂ എങ്കിൽ ഈ കോറം എന്നുള്ള രീതി അവർക്ക് ബാധകമല്ല. അതും ആലോചിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ സെക്ഷൻ 174 കഴിഞ്ഞു. പിന്നെ അതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ കോറം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് ആ കോറം ആയി കഴിഞ്ഞ ഉടനെ ഒന്നും അവര് ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പോകാൻ പറ്റത്തില്ല. ഓക്കെ, എന്ന് പറഞ്ഞാല് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോർഡ് മീറ്റിംഗിൽ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ ഈ ബോർഡ് ഓഫ് മെമ്പേഴ്സ് അവിടെ കാണണം. ഓക്കെ, എങ്കിലേ അത് വാലിഡ് ആവത്തുള്ളൂ. അത് ഓർത്ത് വെക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മള് കോറം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യും? അഡ്ജേൺ ചെയ്യും. കോറം കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അഡ്ജേൺ ചെയ്യും. ചെയർമാൻ അത് അഡ്ജേൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്ന് വെച്ചാൽ അഡ്ജേൺ ചെയ്യും നമ്മൾ. കാരണം കോറം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻ ഒന്നും തന്നെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്. നമുക്ക് ബോർഡ് മീറ്റിംഗ് എന്താണ്? ഫിസിക്കലും ഉണ്ട്, വീഡിയോ ഉണ്ട്. വീഡിയോ കോൺഫറൻസിലൂടെ നമുക്ക് വെർച്വലായിട്ട് നമുക്ക് ബോർഡ് മീറ്റിംഗ് നടത്താവുന്നതാണ്. അപ്പോൾ അതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെർച്വൽ മീറ്റിംഗ് വഴിയും ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവര് എന്താണ്? കോറമായിട്ട് കണക്കാക്കും. അത് ക്വസ്റ്റ്യൻസിന് പലപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, അയ്യോ അവരിപ്പം വെർച്വലായിട്ടല്ലേ, അവരെ പറ്റുമോ? അതൊന്നും ഡൗട്ടൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം അവരും കോറത്തിന്റെ പാർട്ട് തന്നെയാണ്. സെക്ഷൻ 173 സെക്ഷൻ 174 മനസ്സിലായേ? ഓക്കെ, സെക്ഷൻ 173 എന്തായിരുന്നു? ബോർഡ് മീറ്റിംഗ് ആയിരുന്നു. സെക്ഷൻ 174 എന്താണ്? കോറമായിരുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് സെക്ഷൻ 175 എന്ന് പറയുന്നത്. സെക്ഷൻ 175 എന്ന് പറയുന്നത് സെക്ഷൻ 175 എന്ന് പറയുന്നത് നമ്മള് റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ എന്ന് പറയും. റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ആണ്. ഓക്കെ, ഇപ്പോ നമുക്കൊരു ബോർഡ് മീറ്റിംഗിൽ നടത്തി പെട്ടെന്നൊരു അർജന്റ് ബിസിനസ്, നമുക്ക് പെട്ടെന്നൊരു അർജന്റ് ബിസിനസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ബോർഡ് മീറ്റിംഗ് നടത്തി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനിൽ വിടും. എന്ന് വെച്ചാൽ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക സർക്കുലേഷൻ. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സിനും നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് അയച്ചു കൊടുക്കും. അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തതിന് ശേഷം അവര് ഫീഡ്ബാക്ക് നമുക്ക് തരും. ഓക്കെ, ഫീഡ്ബാക്ക് തന്നതിന് ശേഷം നമ്മളത് നോട്ട് ചെയ്ത് അടുത്ത ബോർഡ് മീറ്റിംഗിലേക്ക് വെക്കുകയും ചെയ്യും. അത് അങ്ങനെ പാസ്സാകും. എന്ന് വെച്ചാൽ മെജോറിറ്റി ആളുകളും സർക്കുലേഷൻ, ഇപ്പൊ നമ്മൾ റെസൊല്യൂഷൻ സർക്കുലേഷനിലൂടെ നമ്മൾ വിടുന്ന ടൈമിൽ അതിനകത്ത് മെജോറിറ്റിയും ബോഡ്കാസ്റ്റ് വരികയാണെന്നുണ്ട് എങ്കിൽ എന്താ പറയുക? അത് പാസ്സായെന്ന് പറയാം. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡൗട്ട് വരും, എത്ര ദിവസത്തിനുള്ളിൽ ഇത് തിരിച്ച് നൽകണം?
ഇപ്പൊ നമ്മളിപ്പം ഇതിലൊരു ഡ്രാഫ്റ്റ് ഡയറക്ടേഴ്സിന് കൊടുത്തു. അപ്പൊ ഡയറക്ടേഴ്സിന് കൊടുത്തതിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ ഡയറക്ടേഴ്സ് എന്ത് തരണം? നമുക്ക് തിരിച്ച് റിപ്ലൈ തരണം. ഓക്കെ, അപ്പൊ 7 ദിവസത്തിനുള്ളിൽ റിപ്ലൈ തന്നില്ലെങ്കിൽ എന്താകും? അവര് ഇതിനകത്ത് നിന്ന് അവർക്കിത് താല്പര്യമില്ല, അല്ലെങ്കിൽ അവരിത് വോട്ട് ചെയ്യുന്നില്ല എന്ന് നമ്മൾ കണക്കാക്കും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അതും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ കഴിഞ്ഞു. അതിന്റെ ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി അപ്പോ 3 സെക്ഷൻ ക്ലിയർ ആയല്ലോ. സെക്ഷൻ 173 ബോർഡ് മീറ്റിംഗ് ആണ്. അതിന്റെ നോട്ടീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. മിനിറ്റ്സ് അതിനിടയ്ക്ക് ഒരു നമ്മൾ അഡീഷണൽ ആയിട്ടൊരു 118 എടുത്തിട്ടതാണ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ സെക്ഷൻ 174 കോറമാണ്, 1/3 ഓർ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ സെക്ഷൻ 175 റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ. അത് നമ്മൾ എന്താ പറഞ്ഞ്, നമുക്കിപ്പോൾ ഒരു അർജന്റ് ബിസിനസ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷനിലൂടെ നമ്മൾ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ നമുക്ക് ഡയറക്ടേഴ്സ് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള, അവർക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അവർ അത് വോട്ട് ചെയ്യും. അവർ ഇത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ തരും. അത് തിരിച്ച് റിപ്ലൈ തരേണ്ട ഡേയ്സ് ആലോചിക്കണം എപ്പോഴും. എത്രയാണ്? 7 ഡേയ്സിനുള്ളിൽ നമുക്ക് തരണം റിപ്ലൈ. ഓക്കെ, വിത്തിൻ 7 ഡേയ്സ്. ആ 7 ഡേയ്സിനുള്ളിൽ തന്നില്ലെങ്കിൽ അത് ഇൻവാൾഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് തന്നില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് അവര് ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്ന് കരുതിയാൽ മതി. ഓക്കെ, കഴിഞ്ഞു. അപ്പം സിമ്പിൾ 3 സെക്ഷൻ മെയിൻ ആയിട്ടും 73, 74, 75 അഡീഷണൽ ആയിട്ട് 118. ഓക്കെ, അപ്പോ അതവിടെ കഴിഞ്ഞു. നോട്ട് ചെയ്തോണം എല്ലാവരും, ഒന്ന് ഓർത്തെടുത്തോ. ഇനി ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 176 ആണ്. സെക്ഷൻ 176 എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്ത് അദ്ദേഹം ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ഇതിൽ നമ്മളൊരു തീരുമാനം എടുത്തു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊക്കെ നമ്മളൊരു തീരുമാനം എടുത്തു, അതെല്ലാം ഓക്കെ ആയി. പക്ഷെ പിന്നീട് അറിയുന്ന അദ്ദേഹത്തിന് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യം വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ഇതിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ കാണും, അതെന്തില്ല, അതൊന്നും ഇൻവാലിഡ് ആകത്തില്ല. അതാണ് സെക്ഷൻ 176. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്യുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ച്. സെക്ഷൻ 176 എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഡയറക്ടറെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. ആ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുത്തു, ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പം എടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ ഇൻവാലിഡ് അല്ല. എന്താണ്? അദ്ദേഹം ഡിസ്ക്വാളിഫിക്കേഷൻ ആണെന്ന് പിന്നെ നമ്മൾ അറിയുകയാണെങ്കിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡിസ്ക്വാളിഫിക്കേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് അതിനുശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും വാലിഡ് അല്ല. ഓക്കെ, അപ്പം അതിനു മുമ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്ത ടൈമിൽ നമ്മൾ ഡിസിഷൻ എല്ലാം തന്നെ എടുത്തു. അങ്ങനെ എടുക്കുന്ന ടൈമിൽ അതൊന്നും തന്നെ ഇൻവാൾഡ് അല്ല. പക്ഷേ എന്താണ്, ഡിസ്ക്വാളിഫിക്കേഷൻ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എടുക്കുന്ന ഡിസിഷൻ എന്താണ്, ഒരിക്കലും വാലിഡ് അല്ല. അതാണ് സെക്ഷൻ 176. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 173 കഴിഞ്ഞു, 74 കഴിഞ്ഞു, 75 കഴിഞ്ഞു, 76 കഴിഞ്ഞു. സിമ്പിള്. ഇതിനിടയ്ക്ക് ഒരു 118 പഠിച്ചു നിങ്ങൾ. ഓക്കെ, അപ്പോഴേ ഞാൻ ഇതിനിടയ്ക്ക് വിട്ടുപോയൊരു കാര്യമുണ്ട്. സെക്ഷൻ 174 കോറത്തിനെ കുറിച്ച് പറഞ്ഞപ്പം, ബോർഡ് മീറ്റിംഗിന്റെ കോറം പറഞ്ഞപ്പം ഞാൻ ഒന്ന് വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ അവിടെ ലിസ്റ്റ് എൻറ്റിറ്റീസിന്റെ കാര്യം പറഞ്ഞില്ല അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, കമ്പനീസ് ആക്ടിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. എന്താണ്? 1/3 അത് അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോയി. സോറി. അപ്പോൾ ലിസ്റ്റ് എൻറ്റിറ്റീസിന് കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം.
ടോപ്പ് 2000 ലിസ്റ്റ് എൻറ്റിറ്റീസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ടോപ്പ് 2000 നിൽക്കുന്നവരുടെ ബോർഡ് മീറ്റിംഗിന്റെ കോറം എന്ന് പറയുന്നത് എന്താണ്? 1/3. അത് അല്ല എങ്കിൽ 3 ഡയറക്ടേഴ്സ് ഏതാണോ ഹയർ ഓക്കെ, ഇൻക്ലൂഡിങ് 1 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ID ഞാൻ അങ്ങനെ പഠിച്ചത്. ID ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. വ്യത്യാസം ഒന്നും തന്നെ ഇല്ല, നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്താൽ മതി. വ്യത്യാസം ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഏതാണ്? നമ്മൾ കമ്പനീസ് ആക്ടിൽ പഠിക്കുമ്പോൾ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത് 1/3 ഓർ 2 ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ഹയർ, അവിടെ തീർന്നു. പക്ഷേ സെബി LODRലോട്ട് നമ്മൾ കടക്കുന്ന ടൈമിലാകുമ്പം ലിസ്റ്റ് എൻറ്റിറ്റീസ് കേസിലാകുമ്പം അതിൽ 2000 ടോപ്പ് 2000 നിൽക്കുന്നവർക്ക് 1/3 ഓർ എത്രയാണ് 3 ഡയറക്ടേഴ്സ് ഏതാണോ ഹയർ, അതിനകത്തൊരു ഐഡിയും കൂടെ വേണം, ഇൻഡിപെൻഡന്റ് ഡയറക്ടറും കൂടെ വേണം. ക്ലോസ്. ഓക്കെ, അത് ഞാൻ ആ ടൈമിൽ വിട്ടുപോയി, സോറി കേട്ടോ. അപ്പം അത് നോട്ട് ചെയ്തേക്കാം. അപ്പൊ അത്ര ആയല്ലോ. 173, 174, 175, 176 ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന കേസാണ്. ഇനി നമുക്ക് ഇതിവിടെ നിൽക്കട്ടെ, ഈ ചാപ്റ്റർ ഇവിടെ നിൽക്കട്ടെ. ഏതാണ് നമ്മളിപ്പോൾ പഠിച്ച 16ാമത്തെ ചാപ്റ്റർ അവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ 15ാമത്തെ ചാപ്റ്റർ നിങ്ങൾ എടുത്തോ. 15ാമത്തെ ചാപ്റ്ററിനകത്ത് ബോർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിനകത്തോട്ട് പോക്കോ. ഓക്കെ, എല്ലാവരും എടുത്തോ ചാപ്റ്റർ ബോർഡ് കമ്മിറ്റി. അതിനകത്ത് 682 പേജ് നമ്പർ. ഓക്കെ, അത് ആലോചിച്ച് നോക്കുക. 682 അതെടുക്കുക, ഞാനപ്പോൾ പറയാവുന്നു. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് എപ്പോഴും അവർക്കൊരു ബോർഡ് മീറ്റിംഗ് വിളിച്ച് കൂട്ടി എല്ലാ കാര്യങ്ങളും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും കുറച്ച് ഈ ഡേ ടു ഡേ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കും, അവരുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തന്നെ ഒരാളെ ചെയർമാനായിട്ടും ബാക്കിയുള്ളവരെ മെമ്പേഴ്സ് ആയിട്ടും കണ്ടുകൊണ്ട് ഇലക്ട് ചെയ്തുകൊണ്ട് കുറച്ച് മാൻഡേറ്ററി ഉള്ള കമ്മിറ്റികൾ രൂപീകരിക്കണം. കമ്പനീസ് ആക്ട് പറയുന്നതാണത്. ഓക്കെ, അപ്പം ആ മാൻഡേറ്ററി കമ്മിറ്റീസ് കുറച്ചുണ്ട്. ഈ മാൻഡേറ്ററി കമ്മിറ്റീസ് എന്തിനു വേണ്ടിയുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞു, ബോർഡിന്റെ ഡേ ടു ഡേ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം അതിനുവേണ്ടിയാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓരോ കമ്മിറ്റീസ്. ഇനി മാൻഡേറ്ററി കമ്മിറ്റീസിനകത്ത് ഫസ്റ്റ് വൺ ആണ് സെക്ഷൻ 177 ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ സാധനം നമ്മൾ എപ്പോഴും മിക്കവാറും വരും. നമുക്ക് എക്സിക്യൂട്ടീവ് ഞാൻ പഠിച്ച ടൈമിൽ നമുക്ക് 2 പാർട്ടായിട്ട് വരും. ടു സാധാ ബ്രാക്കറ്റിൽ ഒരു സ്മാൾ എ എന്ന് പറഞ്ഞ് ഉണ്ടായിരിക്കും. ഓ എന്ന് പറഞ്ഞ് 2A1 എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് എവിടെങ്കിലും ഈ കമ്മിറ്റീസ് ചോദിക്കും, ഈ ഓഡിറ്റ് കമ്മിറ്റി വരും നമുക്ക്. അപ്പൊ എപ്പോഴുള്ള കാര്യമാണ് ഓഡിറ്റ് കമ്മിറ്റി നമുക്ക് വരുന്നത്. ഇതിന്റെ സെബി LODR വരുന്ന ടൈമില് റെഗുലേഷൻ 18 വരും LODR വരുമ്പോൾ. ഓക്കെ, സെബി LODR വരുന്ന ടൈമില് 2015 ആണ്, ഓർത്ത് വെച്ചുക 2015 ആണ് സെബി LODR. അപ്പൊ അതിനകത്ത് റെഗുലേഷൻ 18 ആണെന്ന് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം നമ്മളെല്ലാ സെക്ഷൻസും നോട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ ഡിലേ ആയിട്ട് പോകുന്നില്ല. ചെറുതായിട്ട് ഞാനൊന്ന് പറയാം ഓഡിറ്റ് കമ്മിറ്റി എന്താണുള്ളത്, അതിന്റെ ജസ്റ്റ് ഒരു പർപ്പസ്. ഈ കമ്പനിയെ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം, അവരുടെ റിമ്യൂണറേഷൻ ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് എന്തിന് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത്, ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 177 പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് എന്ന് വെച്ചാല് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, അവരുടെ റിമ്യൂണറേഷൻ കറക്റ്റ് ആക്കുക, ഇതൊക്കെയാണ്. അപ്പൊ ഇവര് ഓഡിറ്ററിനെ കണ്ടുപിടിച്ച് അവർ റിമ്യൂണറേഷൻ എത്രയാണെന്നൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കും. അങ്ങനെ അതിനുശേഷമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇവരുടെ മെയിൻ റോള്. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ റെഗുലേഷൻ
18 മറക്കണ്ട. ചിലപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കയറി ചോദിക്കുന്നത് ഇതിനകത്ത് നിന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, റെഗുലേഷൻ മാറി പോകല്ലേ. അപ്പൊ നമ്മൾ ആലോചിക്കും ഏതൊക്കെ കമ്പനീസിനാണ് മാൻഡേറ്ററി ആയിട്ട് ഇത് വേണ്ടത്. പറഞ്ഞുതരാം. ഒന്ന്, എല്ലാ ലിസ്റ്റഡ് എൻറ്റിറ്റീസിനും ലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ഉണ്ട്. പബ്ലിക് കമ്പനീസ്, ലിസ്റ്റഡ് പബ്ലിക് കമ്പനി, അവർക്കിത് മാൻഡേറ്ററി ആണ്. പിന്നെ ലിസ്റ്റ് ചെയ്യാത്ത പബ്ലിക് കമ്പനീസ് ഉണ്ട്. ഓക്കെ, ലിസ്റ്റ് ചെയ്യാത്ത പബ്ലിക് കമ്പനി ഉണ്ട്. അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 crore ഓർ മോർ. 1 പോയിന്റ്. അതല്ല എങ്കിൽ ഓർ നാന്നേ ഓർ. രണ്ടാമത്തെ പോയിന്റ്, പബ്ലിക് കമ്പനി ടേൺ ഓവർ 100 crore ഓർ മോർ. ഓർ aggregate outstanding debentures, okay, deposits, പിന്നെ നമ്മുടെ ലോൺസ് വരും. ഓക്കെ, ഞാൻ ഒന്ന് നോട്ട് ചെയ്തോട്ടെ, വെയിറ്റ് ചെയ്യണേ. ലോൺസ് തന്നെ, ലോൺസ് ഇതൊക്കെ എക്സീഡ് ചെയ്യുക 50 crore ഈ വരുന്ന ടൈമിൽ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കണം. 2, പബ്ലിക് കമ്പനീസ് അവരുടെ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ 10 കോടി അതിൽ കൂടുതലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ടേൺ ഓവർ 100 കോടി അതിൽ കൂടുതലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ്, ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ്സ് എക്സീഡിങ് 50 crore, ഓർത്ത് വെച്ചുക, എക്സീഡിങ് 50 crore ആണെന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഇത് ഒരു ഡൗട്ട് വരും, അത് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനങ്ങൾ ഇപ്പം നമ്മൾ എടുക്കുന്നു, ഈ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ, ടേൺ ഓവർ, ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ്, ഡിബഞ്ചേഴ്സ്, ഡിപ്പോസിറ്റ് ഒക്കെ നമ്മൾ എടുക്കുന്നു. ഇത് ഏതാണ്? നമ്മുടെ ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ഉണ്ടല്ലോ, അതിന്റെ ലാസ്റ്റ് ഡേറ്റിൽ കാണുന്ന ഫിഗർ ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് അതായിരിക്കണം എടുക്കേണ്ടത്. അത് ഞാൻ എടുത്തു പറയാൻ ചെയ്യുന്നത് ചിലപ്പം ഇതിനു മുമ്പ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയർ, അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈം അല്ല നോക്കേണ്ടത്. അത് നമുക്ക് മനസ്സിലാവും. ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അപ്പം ഞാൻ പറയാതെ. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിലല്ല വേണ്ടത്. നമ്മൾ കമ്പനിയുടെ ഫൈനൽ ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അത് ഓഡിറ്റ് ചെയ്ത് ആ ലാസ്റ്റ് ഡേറ്റിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ഇതാണ് എൻ്റെ ഒരു മെയിൻ. ഓക്കെ, ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോകാം. ഈ ഓഡിറ്റ് കമ്മിറ്റിക്ക് എപ്പോഴും 3 മെമ്പേഴ്സ് വേണം. എപ്പോഴും 3 മെമ്പേഴ്സ് വേണം ഓഡിറ്റ് കമ്മിറ്റിക്ക്. അത് ലിസ്റ്റഡ് എൻറ്റിറ്റി ആയിക്കോട്ടെ, കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കമ്പനി ആയിക്കോട്ടെ, എന്തിനായാലും എന്ത് വേണം? 3 മെമ്പേഴ്സ് വേണം. പിന്നെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം, കോറം. കോറം എന്തായാലും വേണം, എന്നാലേ നമുക്ക് അതിനകത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ച് കമ്പനീസ് ആക്ടിൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് ഒരു പ്രത്യേക ഒരു കോറം പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ SS1 ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറയാം, ഈ കമ്പനി സെക്രട്ടറി പ്രൊഫഷനിൽ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴാണ്ട് ഈ ഒരു സാധനം വിട്ടുപോകും. SS എന്ന് വെച്ചാൽ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നൊരു സ്റ്റാൻഡേർഡ് ആണ് ഈ SS എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ SS1 ബോർഡ് മീറ്റിംഗ്, SS2 ജനറൽ മീറ്റിംഗ്. എന്ന് വെച്ചാൽ ഈ നമ്മൾ കമ്പനി ലോ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സെക്ഷൻ 118 സബ്സെക്ഷൻ 10 കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 118 സബ്സെക്ഷൻ 10 പറയുന്നുണ്ട്, നമ്മൾ ബോർഡ് മീറ്റിംഗ് നടത്തുന്ന ടൈമിൽ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് പ്രൊസീജിയേഴ്സ് നോക്കുന്ന ടൈമിൽ SS
1 കൂടെ നമ്മൾ എന്ത് നോക്കണം, ഫോക്കസ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ചില്ലറക്കാരനല്ല ഈ സാധനം, ഇത് നോട്ട് ചെയ്യണം കേട്ടോ, പലരും ഇത് വിട്ടുപോകും. ഇത് SS1 ബോർഡ് മീറ്റിംഗ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് നിങ്ങൾ എക്സാമിന് വെച്ച മാർക്ക് കൂടുതൽ കിട്ടും. സെക്ഷൻ മാത്രം നോട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇപ്പം സെക്ഷൻ 173 ആണ് ബോർഡ് മീറ്റിംഗ്, അതിന്റെ കൂടെ തന്നെ SS1 ബോർഡ് മീറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഡീഷണൽ നമ്മളൊരു ഒരു സ്റ്റുഡൻസ് എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ എഴുതണമെന്നില്ല, അപ്പൊ നമ്മൾ കുറച്ച് ടോപ്പിൽ നിൽക്കും, അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ SS1 ബോർഡ് മീറ്റിങ്ങിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ കമ്പനീസ് ആക്ടില് കോറം പറഞ്ഞിട്ടില്ല ഓഡിറ്റ് കമ്മിറ്റിക്ക്, പക്ഷെ SS1 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? നമ്മുടെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടിൽ അതല്ല എങ്കിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ അതല്ലെങ്കിൽ നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഓഡിറ്റ് കമ്മിറ്റിയുടെ കോറത്തിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്താണ്, ഈ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഉള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ട്, അവരെല്ലാം പ്രസന്റ് ആയാലേ എന്ത് പറ്റത്തുള്ളൂ, കോറം പറ്റത്തുള്ളൂ, കോറം ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഒന്നുകിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഡിറ്റ് കമ്മിറ്റിക്ക് ഒരു കോറം തീരുമാനിക്കണം, എന്നിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് പറയണം. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എത്ര പേരാണോ നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയിലുള്ളവര് അവര് ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗിൽ പ്രസന്റ് ആവണം, എങ്കിലേ എന്ത് നടക്കത്തുള്ളൂ, ഓഡിറ്റ് കമ്മിറ്റി നടക്കത്തുള്ളൂ. സിമ്പിൾ. ഓക്കെ, അപ്പൊ അത് SS1 നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി സെബിയുടെ റെഗുലേഷൻ 18 പ്രകാരം ലിസ്റ്റ് എൻറ്റിറ്റീസിന്റെ ഓഡിറ്റ് കമ്മിറ്റി കേസ് വരുമ്പോൾ അവിടെ അവർക്ക് കോറൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാല് 2 മെമ്പേഴ്സ്, അത് അല്ല എന്നുണ്ടെങ്കിൽ 1/3, 1/3, 1/3, അതിനകത്ത് 2 ഐഡിയും കൂടെ വേണം. ഓക്കെ, ഇവിടൊക്കെ കുഴക്കുന്നത് നമ്മളെ അല്ലേ, ചുമ്മാതാ, ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതൊക്കെ ക്ലീൻ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള വിടുക. കമ്പനീസ് ആയിട്ട് പ്രത്യേകിച്ച് കോറമൊന്നും പറയുന്നില്ല, നമ്മൾ SS1 പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ റെഗുലേഷൻ 8 കോറം പറയുന്നുണ്ട് ഓഡിറ്റ് കമ്മിറ്റിക്ക്. എന്താണ്? ഒന്നുകിൽ 2 ഡയറക്ടേഴ്സ്, അതല്ലെങ്കിൽ 1/3, ഏതാണോ ഹയർ അതിന്റെ കൂടെ ഇൻക്ലൂഡിങ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണം. അതാണ് അവർ പറയുന്ന കാര്യം. തീർന്നേ? അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ എടുക്കുന്ന ഓഡിറ്റ് കമ്മിറ്റിയുടെ കാര്യങ്ങൾ. വേറെ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. അടുത്ത ഇതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതും കൂടെ പറയാം, എന്നുവെച്ചാൽ എത്ര മീറ്റിംഗ് നടത്തണം കൂടെ ഒന്ന് പറയാം. നമ്മുടെ കമ്പനി സൈറ്റിൽ ഓഡിറ്റ് കമ്മിറ്റിക്ക് ഇത്ര മീറ്റിംഗ് നടത്തണം എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, പക്ഷേ റെഗുലേഷൻ 18 സെബിയുടെ കാര്യത്തിൽ 4 ഓഡിറ്റ് മീറ്റിംഗ് നടത്തിയിരിക്കണം, ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ് നടത്തിയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഒരു വർഷത്തിൽ. ഓക്കെ, അതുപോലെ തന്നെ 2 മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് 120 days ആയിരിക്കണം, കുറയാൻ പാടില്ല, അത്രയെങ്കിലും കാണണം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ ഞാൻ പറയാം. കമ്പനീസ് ആക്ടില് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഒരു വർഷം ഇത്ര നടത്തണമെന്ന് പറയുന്നില്ല. പക്ഷേ ലിസ്റ്റ് എൻറ്റിറ്റിയെ സംബന്ധിച്ച് റെഗുലേഷൻ 18 പറയുന്നുണ്ട് ഒരു വർഷത്തിൽ അവര് 4 ഓഡിറ്റ് കമ്മിറ്റി മീറ്റിംഗ് നടത്തിയിരിക്കണം. അതുപോലെ തന്നെ 2 മീറ്റിംഗിന് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം എത്ര വേണം? 120 ഡേയ്സിനൊക്കെ കൂടാൻ പാടില്ല. 120 ഡേയ്സിനൊക്കെ കൂടാൻ പാടില്ല 2 ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ 177 കഴിഞ്ഞേ, ബാക്കി നമുക്ക് പറയാതെ. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 178 എന്ന് പറയുന്നത്. ഇത് നോമിനേഷൻ
നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി എന്ന് പറയും. സെക്ഷൻ 178. സെബിയുടെ കേസ് വരുമ്പോൾ, ലിസ്റ്റ് എൻറ്റിറ്റീസിന്റെ ഒരു കേസ് വരുമ്പോൾ റെഗുലേഷൻ 19 വരും. LODR ആണെന്ന് അറിയാലോ, ഞാൻ സെപ്പറേറ്റ് എഴുതുന്നില്ല, LODR ആണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയുള്ളൂ ഇവിടെയും നമുക്ക്. ഏതാണ് ഈ പറഞ്ഞ സെക്ഷൻ 178 എന്ന് പറയുന്നത്? നമ്മൾ ഓഡിറ്റ് കമ്മിറ്റി ഓൾറെഡി പറഞ്ഞ, ഞാൻ അതുകൊണ്ട് എഴുതുന്നൊന്നുമില്ല, അങ്ങ് പറയുക. ഈ സെക്ഷൻ 178 മാൻഡേറ്ററി കമ്മിറ്റിയാണ്, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ബോർഡിന് പ്രപ്പോസൽ ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാ? ഇപ്പൊ ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പം പുതിയൊരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ടൈമിൽ അവരെ കണ്ടെത്തും, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അഡ്വൈസ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ എത്രയാകണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ സീനിയർ മാനേജ്മെന്റിനെ അപ്പോയിന്റ് ചെയ്യും. അപ്പം അവരുടെ റെമ്യൂണറേഷന്റെ കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബോർഡിനെ അഡ്വൈസ് ചെയ്യുന്നത് ഈ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയാണ്, നോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ബേസിക് ഒരു ഐഡിയ വെച്ചേക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് മാൻഡേറ്ററി? സെയിം ഓഡിറ്റ് കമ്മിറ്റി പോലെ തന്നെ ഉള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ ലിസ്റ്റഡ് കമ്പനീസും നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ എല്ലാ പബ്ലിക് കമ്പനീസ്, ലിസ്റ്റഡ് അല്ലാതുള്ള പബ്ലിക് കമ്പനീസ്, 10 കോടിയോ അതിൽ കൂടുതലോ പെയ്ഡ് ഷെയർ ക്യാപിറ്റലുള്ള പബ്ലിക് കമ്പനീസ്, അതല്ലെങ്കിൽ 100 കോടിയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉള്ള പബ്ലിക് കമ്പനീസ്, അതല്ലെങ്കിൽ അഗ്രഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ഡിപ്പോസിറ്റ്സ് എക്സീഡിംഗ് 50 crore, 50 കോടി കൂടുന്നുള്ള കമ്പനീസ്. ഏതാണ്? നമ്മുടെ ലേറ്റസ്റ്റ് ഓഡിറ്റ് ബാലൻസ് ഷീറ്റിന്റെ ലാസ്റ്റ് ഡേറ്റിലെ ഫിഗർ ആയിരിക്കണം എടുക്കേണ്ടത്. അങ്ങനെയുള്ളവര് ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഈ സാധനം രൂപീകരിച്ചിരിക്കണം. ഈ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. എടുത്ത് പറയണം ഒന്നും കൂടെ. ഏതൊക്കെയാണ്? പെയ്ഡ് ഷെയർ ക്യാപിറ്റലില് 1 ലിസ്റ്റഡ് എൻറ്റിറ്റി അപ്പോയിന്റ് ചെയ്യണം, ഓൾറെഡി നമുക്കറിയാം. 2 പബ്ലിക് കമ്പനീസ്, 10 കോടി അതിൽ കൂടുതലോ പെയ്ഡ് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനീസ്, ടേൺ ഓവർ 100 crore അതിൽ കൂടുതലുള്ള കമ്പനീസ്, ഔട്ട്സ്റ്റാൻഡിംഗ് അഗ്രഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിബഞ്ചേഴ്സ്, ഡിപ്പോസിറ്റ്സ് എക്സീഡിംഗ് 50 crores ഉള്ളവരും നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ എത്ര ഡയറക്ടേഴ്സ് വേണമെന്ന് ഞാൻ പറയാം. ഇവിടെ എത്ര മെമ്പേഴ്സ് വേണം? സെയിം തന്നെ, രണ്ടിടത്തും സെയിം തന്നെ, 3 മെമ്പേഴ്സ് വേണം. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അവരെല്ലാവരും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് വേറെതായിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പം സെക്ഷൻ 178 പ്രകാരം 3 മെമ്പേഴ്സ് വേണം. അവരെല്ലാവരും എന്താണ്? മിനിമം 3 ആണ്, 3 മെമ്പേഴ്സ് വേണം. അവരെല്ലാവരും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഇനി കോറം, കമ്പനീസ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. നമ്മൾ നേരത്തെ SS1 പറഞ്ഞല്ലോ, അത് ആലോചിക്കാം. എന്താണെന്ന് അറിയാലോ, അപ്പം അതൊന്ന് നോട്ട് ചെയ്തേക്കാം. പക്ഷേ റെഗുലേഷൻ 19 സെബിയില് ലിസ്റ്റ് എൻറ്റിറ്റീസിന്റെ കാര്യത്തിൽ അവർക്കൊരു കോറം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 മെമ്പേഴ്സ്, അതല്ലെങ്കിൽ 1/3, ഏതാണോ ഹയർ. അതിൻ്റെ കൂടെ തന്നെ 1 ID ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വേണം. ഓക്കെ, അപ്പം സെക്ഷൻ 178 നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയാണ്. റെഗുലേഷൻ 19 ആണ് ലിസ്റ്റ് എൻറ്റിറ്റീസിന്റെ കേസിൽ വരുമ്പോൾ അതിൻ്റെ നമ്മൾ ഏതൊക്കെ കമ്പനി അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. 3 മെമ്പേഴ്സ് വേണം. എല്ലാവരും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകണം. അത് കമ്പനീസ് ആക്ട് ആയിക്കോട്ടെ, സെബി ലിസ്റ്റ് എൻറ്റിറ്റീസ് ആയിക്കോട്ടെ. കോറം എന്ന് പറയുന്നത് SS1 പ്രകാരമാണ്. പ്രത്യേകിച്ച് ഒരു കോറം നമുക്ക് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടില്ല, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ SS1 നോക്കിയാണ് ചെയ്യുന്നത്. പക്ഷെ റെഗുലേഷൻ 19 സംബന്ധിച്ച് അവിടെ കോറം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ 2 ഡയറക്ടേഴ്സ്, അതല്ലെങ്കിൽ 1/3. ഇതിനകത്ത് ഏതാണോ ഹയർ,
വിച്ച് എവർ ഈസ് ഹയർ ഇൻക്ലൂഡിങ് വൺ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറും ഉണ്ടായിരിക്കണം, എങ്കിലേ അവരുടെ കോറം ആകത്തുള്ളൂ. ഓക്കെ. പിന്നെ ഇവര് എത്ര തവണ കൂടണം മീറ്റിംഗ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കട്ടെ. അപ്പോൾ കമ്പനീസ് ആക്ടിലൊന്നും പറയുന്നില്ല നിങ്ങൾ ഇത്ര തവണ കൂടാനോ ഒന്നും തന്നെ പറയുന്നില്ല. SS1 ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അവർക്ക് ബോർഡ് തീരുമാനിക്കുന്ന പോലെയാണ്. ഓക്കെ. എന്നാൽ റെഗുലേഷൻ 90 പറയുന്നത് വർഷത്തിൽ ഒരു തവണ കൂടണം, വൺസ് ഇൻ എ ഇയർ. വർഷത്തിൽ ഒരു തവണയെങ്കിലും കൂടിയിരിക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്, ആരും നോട്ട് ചെയ്യാതെ പോകരുത്. ഈ ഒരു സാധനം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എന്നെയും കുഴപ്പിച്ചിട്ടുള്ള ചില സമയത്ത്. ഞാൻ ആദ്യ ടൈമിലൊക്കെ എഴുതുന്ന ടൈമിൽ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ഈ എന്താ പറയുക നോമിനേഷൻ റിമ്യൂണറേഷൻ കമ്മിറ്റിയുടെയും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 173 സെക്ഷൻ 174 കോറം, അതിൻ്റെയൊക്കെ ഈ കോറം വരുന്ന ടൈമിൽ ഞാനും കുറച്ച് അങ്കലാപ്പിലായിരുന്നു. കാരണം ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ അത് ഈസിയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പോവുക. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ബേസ് വെച്ചായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ഒരു വർഷത്തിൽ ഒരു തവണ ഇവര് മീറ്റിംഗ് നടത്തിയിരിക്കണം, ഒരു മീറ്റിംഗ് നടത്തിയിരിക്കണം. ഇതാണ് സെക്ഷൻ 178 എന്ന് പറയുന്നത്. കഴിഞ്ഞേ. അപ്പോഴ് സെക്ഷൻ 178 സബ്സെക്ഷൻ 5 സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി. ഓക്കെ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അല്ലേ? അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തെങ്കിലും ഗ്രിവൻസ് കാര്യങ്ങൾസ് ഒക്കെ വന്നാൽ ഇൻക്ലൂഡിങ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണ്, എന്തെങ്കിലും ഗ്രിവൻസ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവർ നമ്മൾ അറിയിക്കണം. അപ്പോൾ അങ്ങനെ അറിയിക്കാൻ വേണ്ടിയുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കമ്മിറ്റിയാണ് എന്ത് പറയുന്നത്, ഈ ഷെയർ ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇത് ആർക്കൊക്കെ ബാധകമാണെന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കമ്പനിക്ക് 1000 ഷെയർ ഹോൾഡേഴ്സ്, അതല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സ്, മറ്റുള്ള സെക്യൂരിറ്റീസ് ഹോൾഡേഴ്സും ഉണ്ട്. അത് ഞാൻ എടുത്ത് പറയാം. അപ്പൊ കഴിഞ്ഞ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അറ്റ് എനി ടൈമിൽ നമുക്ക് ഒരു 1000 ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സ്, അത് അല്ല എങ്കിൽ എന്താ പറയുക സെക്യൂരിറ്റി ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, സെക്യൂരിറ്റി ഹോൾഡേഴ്സ്, പിന്നെ ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സ്, അങ്ങനെ 1000 വന്നിട്ടുണ്ട് എങ്കിൽ ഫിനാൻഷ്യലി ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, ലാസ്റ്റ് അല്ല അത് ഓർത്തുക, ഏതെങ്കിലും ഒരു ടൈമിൽ ഫിനാൻഷ്യലി ഏതെങ്കിലും ടൈമിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ഓക്കെ. ഈ 1000 ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അപ്പൊ അതാണ്. അപ്പം സെക്ഷൻ 178 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റിയാണ്. അത് ആർക്കാ ബാധകം? കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ 1000 ഷെയർ ഹോൾഡേഴ്സ്, അതല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സ്, അത് അല്ല എന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അതല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു കമ്പനിക്ക് ഉണ്ട് എങ്കിൽ അവര് ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ഓക്കെ. ഇനി ഇതിനകത്തും കമ്പനീസ് ആക്ടിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ഇത്ര മെമ്പേഴ്സ് വേണമെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ചെയർപേഴ്സൺ വേണമെന്നുള്ള കാര്യം മാത്രം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെയർപേഴ്സൺ വേണം, അതുപോലെ തന്നെ മറ്റുള്ള ഡയറക്ടേഴ്സും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സെബിയുടെ കാര്യം വരുമ്പോൾ സെബിയിൽ ഈ റെഗുലേഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻ 20 ആണ്, LODR റെഗുലേഷൻ 20 ആണ് LODR. അപ്പോൾ
സെക്ഷൻ കമ്പനീസ് ആക്ടിനെ സംബന്ധിച്ച് 178 സബ്സെക്ഷൻ 5ഉം LODRനെ സംബന്ധിച്ച് റെഗുലേഷൻ 20 ആണ് വരുന്നത്. അപ്പോൾ കമ്പനി 1000 ആളുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്തില്ല, ഒരു മിനിമം നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലുള്ള മിനിമം 3 ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ, ഇതിനു മുമ്പുള്ള 2 കമ്മിറ്റീസ്. പക്ഷെ ഇവിടെ ഒരു കമ്പനി സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല, ബോർഡിന് തീരുമാനിക്കാം. പക്ഷെ ചെയർപേഴ്സൺ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ. പക്ഷെ ഇവിടെ ഇവന്മാര് നമ്മളെ വിടത്തില്ല, ലിസ്റ്റ് എൻറ്റിറ്റി. അവന്മാര് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, മിനിമം ഒരു 3 ഡയറക്ടേഴ്സ് വേണം അവർക്ക് എപ്പോഴും 3 ഡയറക്ടേഴ്സ് വേണം കേട്ടോ. 3 ഡയറക്ടേഴ്സ് വേണം. അതിനകത്ത് ഒരാൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും ആയിരിക്കണം, ID ആയിരിക്കണം. ID ഭയങ്കര പവർഫുൾ ആണ് ID. കാരണം ഇത്രയും നല്ലൊരു പൊസിഷൻ നോക്കി എല്ലായിടത്തും ഉണ്ട്. ലിസ്റ്റ് എൻറ്റിറ്റീസ് നമ്മളങ്ങോട്ട് കയറി ചെന്നാൽ മതി. IDക്ക് ഭയങ്കര വിലയാണ് അവിടെ അല്ലെ. അപ്പോൾ റെഗുലേഷൻ 20 പ്രകാരം അവർക്ക് ഒരു 3 ഡയറക്ടേഴ്സ് വേണം. അതിനകത്ത് ഒരാള് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇൻക്ലൂഡിങ് ഒരാൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ. ഇനിയും അതിൻ്റെ കൂടെ തന്നെ ഞാനങ്ങ് പറഞ്ഞു പോകാം. ഈ ചില ലിസ്റ്റ് എൻറ്റിറ്റീസ് കാണും, അവർക്ക് ഇപ്പം ഞാൻ SR ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നേ ഉള്ളൂ, അതെന്താണെന്നുള്ള അടുത്ത ക്ലാസ് ഞാൻ പറയാം. ഈ ചില ലിസ്റ്റ് എൻറ്റിറ്റീസിന് ഔട്ട്സ്റ്റാൻഡിങ് SR ഇക്വിറ്റി ഷെയർസ് കാണും. SR ഇക്വിറ്റി ഷെയർസ് കാണും. അവരെ സംബന്ധിച്ച് 2/3 എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. ഏത് കമ്മിറ്റി വരുമ്പം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്ന് വരുമ്പം. ഓക്കെ, അത്രയേ ഉള്ളൂ. വലിയ ഇതൊന്നും കൊടുക്കണ്ട, എന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് പോയാൽ മതി. ഇതാണ്ട് ഇവിടെ കഴിഞ്ഞതിനകത്തൊന്നുമില്ല. ഈ റെഗുലേഷൻ 20 എടുക്കുക, അതിനകത്ത് 3 ഡയറക്ടേഴ്സ് വേണം, ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറും വേണം. ഇത്രയേ ഉള്ളൂ അവിടെ കാര്യം. പിന്നെ SR ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എന്തെങ്കിലും SR ഇക്വിറ്റി ഷെയർസ് നിൽപ്പുള്ള ഒരു ലിസ്റ്റ് എൻറ്റിറ്റീസ് ആണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി രൂപീകരിക്കുന്ന ടൈമിൽ 2/3 എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. 3-ൽ 2 പേര്. സാധാരണ ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ മതി. ഔട്ട്സ്റ്റാൻഡിങ് SR ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ അത് 2/3 ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിക്കകത്തും നോമിനേഷൻ പ്രിപ്പറേഷൻ കമ്മിറ്റിക്കകത്തും ഉണ്ടായിരുന്നു. ഞാനത് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാൻ വെച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും എന്താ പറയുക പറയാൻ ഇത്തിരി ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. കൺഫ്യൂഷൻ പഠിക്കണ്ട, ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഒരു വർഷം ഒരു മീറ്റിംഗ്, വർഷത്തിൽ ഒരു തവണ മീറ്റിംഗ് നടത്തിയിരിക്കണം. ഇത്രയേ ഉള്ളൂ, ഇവിടെ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പം റെഗുലേഷൻ 20 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ടാക്കണം. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ 2/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. വർഷത്തിൽ ഒരു തവണ കൂടിയിരിക്കണം. ഇത്രയേ ഉള്ളൂ സെക്ഷൻ 178 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നത്. ക്ലോസ് ആയേ? ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷൻ 177-ലോ സെക്ഷൻ 178-ലോ എന്തെങ്കിലും കോൺട്രവെൻഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് 5 ലക്ഷം രൂപ പിഴ വീഴും. അതുപോലെ തന്നെ ആരാണോ ഓഫീസർ ഇൻ ഹൂ ഈസ് ഡിഫാൾട്ട് അയാൾക്ക് 1 lakh rupees. അപ്പോൾ ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളതാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും വേണം. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പിടി വീഴും. അപ്പം എങ്ങനെയാണ് ഈ സെക്ഷൻ 177-ലും സെക്ഷൻ 178-ലും എന്തെങ്കിലും ഒരു കോൺട്രവെൻഷൻ കാണിക്കുകയാണെങ്കിൽ ഫൈൻ വീഴുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് 5 lakh. കമ്പനി. അപ്പം ഓഫീസർ ആരാണോ ഉത്തരവാദി, ഓഫീസർ ഹൂ ഈസ് ഇൻ ഡിഫാൾട്ട്, ആരാണോ ഫാൾട്ട് വരുത്തിയത് അയാളെ സംബന്ധിച്ച് 1 lakh. വളരെ സിമ്പിളാണ് കേട്ടോ. ഡിഫാൾട്ടിങ് ഓഫീസർ ഒരു 1 lakh രൂപ കൊടുത്താൽ മതി. ഇപ്പൊ പെനാൽറ്റി ഉണ്ടല്ലോ. അപ്പം കമ്പനി സെക്രട്ടറി ആയിട്ട് പോകുന്ന ടൈമില് നമ്മൾ ഇതിനകത്തൊക്കെ കയറി വരേണ്ടി വരും. അപ്പോൾ നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യേണ്ട കാര്യം ഇത്. അപ്പം അവരുടെ അടുത്ത് പറയണം അപ്പോയിന്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കും കൂടി ഈ 1 lakh കയറി വരും. അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ കമ്പനി സെക്രട്ടറി ആവുക. അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി ആയ ഒരു പൊസിഷൻ വഹിക്കുന്ന ടൈമിൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ട് പോവുക. അമെൻമെന്റ്സ് ഫോക്കസ് ചെയ്യുക. അത് നോട്ട് ചെയ്തോണം. ഇല്ലെങ്കിൽ ചിലപ്പം ഈ ഫൈൻ കട്ടുന്ന നമുക്കായിരിക്കും.
ഓന് ഇവന്മാർക്ക് ഇപ്പം ഫൈൻ കിട്ടിയ ഇവന്മാർ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കും, അവരങ്ങ് പേ ചെയ്യും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചിലപ്പോൾ പറയും, നിങ്ങൾ എവിടെ ആയിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല. പ്രൈവറ്റ് കമ്പനീസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിംഗ് കയറുന്ന ടൈമിൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മളതൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് നമ്മുടെ ഏരിയ ആണ്, അപ്പൊ നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവർക്കത് അറിഞ്ഞുകൂടായിരുന്നു. നമ്മളെടുത്ത് ഇങ്ങനെ കളയും, പൊക്കോളാൻ പറയും, വേറെ പിടിച്ചിരുത്തും. അപ്പൊ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഓർത്ത് വെച്ചേക്കാം. പെനാൽറ്റി ചോദിക്കത്തില്ലെന്ന് ആരും വിചാരിക്കണ്ട. പെനാൽറ്റി ചോദിക്കും, ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പോൾ സെക്ഷൻ 178 വരെ നമ്മൾ കഴിഞ്ഞു. ഇനി ഒരു കമ്മിറ്റി ഉണ്ട്, പക്ഷെ ഞാനത് ഇപ്പം നമ്മൾ ഈ ഒരു സെക്ഷൻ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല, അത് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പറയാം. ഇനിയും നമ്മൾ പറയുന്നത് സെക്ഷൻ 179 പവേഴ്സ് ഓഫ് ബോർഡ്. ഓക്കെ, സെക്ഷൻ 179 പവേഴ്സ് ഓഫ് ബോർഡ്. ബോർഡിന്റെ പവറുകളാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ, ഇപ്പോ ബോർഡിന് കുറെ പവറുകളുണ്ട്. ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നമ്മൾ ഡേ ടു ഡേ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ അവർ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്നിട്ട് ആ പാസ്സാക്കിയ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ MGT-14 അത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ROCക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. ഉണ്ടേ അത് ബോർഡ് മീറ്റിംഗ് ആയിക്കോട്ടെ, ജനറൽ മീറ്റിംഗ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ബോർഡ് റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ROCക്ക് സബ്മിറ്റ് ചെയ്യണം. അതാണ് പറയുന്നത്. അപ്പം അതിനകത്ത് സെക്ഷൻ 174 എന്ന് പറയുന്നതാണ് ബോർഡിന്റെ പവേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ പറയാം, ഒരു 4 എണ്ണം ജസ്റ്റ് ഒന്ന് പറയാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വേറെ മെയിനുള്ള പവറുകൾ, കീ മാനേജറിയൽ പേഴ്സണലെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. KMB നമ്മളെയൊക്കെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? KMB അപ്പോയിന്റ് ചെയ്യാൻ ബോർഡിന് പവറാണ്. ഓക്കെ, KMB അപ്പോയിന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഇന്റേണൽ ഡയറക്ടറിന് എഴുതി ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. അതുപോലെ തന്നെ ബൈബാക്ക് ഓതറൈസ് ചെയ്യുക. പിന്നെന്താണ്? മണി ബോറോ ചെയ്യുക, ബോറോ മണീസ്. ഇതൊക്കെയാണ് ഇവരുടെ. ഇതല്ല, ഇതിനപ്പുറവും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ചിലത് പറഞ്ഞേ ഉള്ളൂ, നമുക്ക് കുറേ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, മെയിനായിട്ട് എല്ലാം നോക്കേണ്ടതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. KMB അപ്പോയിന്റ് ചെയ്യുന്നത്, അതുപോലെ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ബൈബാക്ക്, അതുപോലെ മണി ബോറോ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇവരുടെ പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇവർ എന്ത് ചെയ്തിരിക്കണം? റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ MGT-14 ROCക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ ജോലിയാ. കമ്പനി സെക്രട്ടറീസ് ഇതൊക്കെ നോട്ട് ചെയ്തോണം. MGT-14 മറക്കല്ലേ, ഇല്ലെങ്കിൽ പെനാൽറ്റി കിട്ടുവേ. അത്രേ ഉള്ളൂ സെക്ഷൻ 179. ഇനി നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് സെക്ഷനാണ്. സെക്ഷൻ 180 റെസ്ട്രിക്ഷൻസ്. നമ്മൾ സെക്ഷൻ 179 പറഞ്ഞു ബോർഡിന് ചില പവറുകൾ ഉണ്ടെന്ന്. പക്ഷേ സെക്ഷൻ 180 പറയും ബോർഡിന്റെ ചില പവറുകളിൽ ചിലതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ജനറൽ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ എടുത്ത് പാസ്സാക്കിയാലേ അത് പറ്റത്തുള്ളൂ. അതാണ് ഈ സെക്ഷൻ 180 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ 4 എണ്ണേ ഉള്ളൂ കേട്ടോ, 4 കാര്യങ്ങൾ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത്
ഇപ്പം കമ്പനിയുടെ ഏതെങ്കിലും ഒരു അണ്ടർടേക്കിംഗ് അത് നമ്മൾ സെല്ല് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് തന്നെ അത്രയേ ഉള്ളൂ. ആദ്യം ഞാൻ കുഴയ്ക്കുന്നില്ല. അപ്പോൾ കമ്പനിയുടെ ഏതെങ്കിലും ഒരു അണ്ടർടേക്കിംഗ് എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്യുന്നു. അത് ബോർഡിന് ആ പവർ ഉണ്ട്, പക്ഷെ അത് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജനറൽ മീറ്റിംഗ് വിളിച്ച് അതിനകത്ത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് കഴിഞ്ഞ് ഇനി രണ്ടാമത്തത് ഇൻവെസ്റ്റ് ചെയ്യാൻ. ട്രസ്റ്റിലല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. കമ്പനിക്ക് മെർജർ ആൻഡ് അമാൽഗമേഷനിലൂടെ എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടി. ഇപ്പം നമ്മുടെ കമ്പനിക്ക് മെർജർ ആൻഡ് അമാൽഗമേഷനിലൂടെ എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടി കോമ്പൻസേഷൻ ആയിട്ട്. അത് നമ്മൾ ട്രസ്റ്റ് സെക്യൂരിറ്റീസിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. അതിന് നമുക്ക് എന്തുണ്ട്, ബോർഡിന്റെ അപ്രൂവൽ എടുത്താൽ മതി. പക്ഷേ ട്രസ്റ്റ് സെക്യൂരിറ്റീസ് അല്ലാതെ ഉള്ളിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്താണ്, കമ്പനിയുടെ ഏതെങ്കിലും ഒരു അണ്ടർടേക്കിംഗ് സെല്ല് ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ വേണമെങ്കിൽ ബോർഡിന് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റത്തില്ല. സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ പാസ്സാക്കിയിരിക്കണം. റെസൊല്യൂഷൻ 1. 2, മെർജർ ആൻഡ് അമാൽഗമേഷനിലൂടെ എന്തെങ്കിലും ഒരു എമൗണ്ട് കിട്ടുന്നു. ആ കിട്ടുന്ന എമൗണ്ട് ട്രസ്റ്റ് സെക്യൂരിറ്റീസിൽ അല്ലാതെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഒരു ഡയറക്ടറിൽ നിന്ന് ഡെപ്റ്റ്, ഒരു ഡയറക്ടർ എന്തെങ്കിലും നമുക്ക് ഡെപ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പം ആ ഡ്യൂ ആയ ഡെപ്റ്റ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കൊടുക്കുന്നു, അദ്ദേഹത്തിന് അത് റീപേ ചെയ്യാനുള്ള ടൈം കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് റെമിറ്റ് ചെയ്യുന്നു. അപ്പം അത് റെമിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അത് റീപേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ടൈം അദ്ദേഹത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് വേണം, നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ, അപ്പൊ 3 കറക്റ്റായി. ഇനി അടുത്തത് 4ാമത്തെ ഒരു കേസാണ്. അത് ഞാനൊന്ന് ഇതായിട്ട് പറയാം. ഇപ്പം നമ്മുടെ കമ്പനി മണി ബോറോ ചെയ്തു. ഓക്കെ, ഏതെങ്കിലും ഒരു ബാങ്കിന്റെ കയ്യിൽ നിന്ന് ഓൾറെഡി നമ്മൾ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്, ലോൺസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെയും നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അത് കൂടാതെ തന്നെ നമ്മൾ ഓൾറെഡി ബോറോ ചെയ്ത മണിയുടെ കൂടെ തന്നെ അത് കൂടാതെ തന്നെ പിന്നെയും നമ്മൾ എടുക്കുകയാണ് ലോണ്. അപ്പം അതെന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റല്, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. നോട്ട് ചെയ്തോ, ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ബാങ്കിന്റെ കയ്യിൽ നിന്ന് മണി ബോറോ ചെയ്തിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്. അപ്പം അത് കൂടാതെ നമ്മൾ പിന്നെയും നമുക്ക് ആവശ്യം വരുമ്പം നമ്മൾ എടുക്കുന്നു. ആ എടുക്കുന്ന ടൈമിൽ നമ്മുടെ പെയ്ഡ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും എത്രയാണോ അതിനേക്കാൾ എക്സീഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ എടുക്കുന്ന എമൗണ്ട് എങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ഓക്കെ, സംഭവം അത്രേ ഉള്ളൂ. അത് മാത്രം ആലോചിച്ചാൽ മതി. എന്താണ്, ഓൾറെഡി നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെയും ബോറോ ചെയ്യാൻ പോകുന്നു. ആ ബോറോ ചെയ്യുന്ന സമയത്ത് പെയ്ഡ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും കൂടി കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതിനേക്കാൾ കൂടുന്നുണ്ട് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന എമൗണ്ട് എങ്കിൽ എന്താണ്, അവിടെ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യമുണ്ട്, ഒരു ഓർഡിനറി ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇതാണ് മെയിൻ പോയിന്റ്. ഇപ്പൊ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് കുഴയ്ക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ
ഏതൊക്കെ കാര്യങ്ങളാണ് റെസ്ട്രിക്ഷൻ വരുന്നത്? സെക്ഷൻ 180 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, കമ്പനിയുടെ ഏതെങ്കിലും അണ്ടർടേക്കിംഗ് സെല്ല് ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ വേണമെന്നുണ്ടെങ്കിൽ ബോർഡിന് ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഓക്കെ. അതുപോലെ തന്നെ മെർജർ ആൻഡ് അമാൽഗമേഷനിലൂടെ നമുക്ക് എന്തെങ്കിലും ഫണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് സെക്യൂരിറ്റീസിൽ അല്ലാതെ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എവിടുന്ന്? മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഡ്യൂ എമൗണ്ട് റീപേ ചെയ്യുന്നതിന് വേണ്ടി, അതല്ലാന്നുണ്ടെങ്കിൽ റിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അയാൾക്ക് ഒരു ടൈം കൊടുക്കുകയാണ്. അപ്പോൾ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. പിന്നെ ഒരു കേസ് എന്താണ്? ഓൾറെഡി കമ്പനി ബാങ്കിൽ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട്, അത് കൂടാതെ തന്നെ പിന്നെ നമ്മൾ ബോറോ ചെയ്യാൻ പോകുന്നു. പക്ഷെ ആ ബോറോ ചെയ്യുന്ന ടൈമിൽ അതിന്റെ എമൗണ്ട് പെയ്ഡ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും കമ്പനിയുടെ എത്രയാണോ അതിനേക്കാൾ കൂടുന്നു ബോറോ ചെയ്യുന്ന എമൗണ്ട് എങ്കിൽ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ഇതിനകത്ത് ബാക്കി കേസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. അപ്പോഴ് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പഠിച്ച ടൈമിൽ ഞാൻ എങ്ങനെയാണോ പഠിച്ചത് എന്നുള്ളതാണ് എൻ്റെ തെളിവായത്. എന്നുവെച്ചാൽ ഈ സെക്ഷൻ, ഈ 2 ചാപ്റ്റർ ഞാൻ ലിങ്ക് ചെയ്താൽ പഠിച്ചത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങളെ ക്ലാസ് എടുപ്പിക്കണം എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ലിങ്ക് ചെയ്തത്. ഓക്കെ. അപ്പോൾ മറക്കണ്ട, നമ്മൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്ത് പോയെന്നും കൂടെ ഞാനൊന്ന് പറയാം. സെക്ഷൻ 173, 174, 175, 176, 177, സെക്ഷൻ 178, 179, 180. നോക്കി, ഇത്ര സിമ്പിൾ. നമുക്ക് എപ്പോഴും പലരും പറയുന്ന പ്രശ്നമാണ്, ഇത് പറ്റുന്നില്ല ഞങ്ങൾക്ക്, എന്താ പറയാ, സെക്ഷൻ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് വെച്ചില്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ വായിക്കുമ്പോഴേ നമുക്കത് പറ്റത്തുള്ളൂ. അതപ്പോൾ ഒന്ന് ആലോചിച്ച്, എത്ര സെക്ഷനാണ് നിങ്ങൾ ഇപ്പൊ ഇന്ന് തന്നെ പഠിച്ച ഒരു ക്ലാസ് കൊണ്ട് തന്നെ? 1, 2, 3, 4, 5, 6, 7, 8. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ഇത്ര ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണെന്നുള്ളത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ. അപ്പൊ അതിനകത്ത് തന്നെ സെക്ഷൻ 173 ബോർഡ് മീറ്റിംഗ് പറഞ്ഞു, അതിന്റെ നോട്ടീസിന്റെ കാര്യം പറഞ്ഞു. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. 174 നമ്മൾ പറഞ്ഞു, കോറം ലിസ്റ്റ് എൻറ്റിറ്റീസിന്റെയും പറഞ്ഞു, നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ളതും പറഞ്ഞു. 175 പറഞ്ഞു, റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ, അത് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. 176 പറഞ്ഞു, ഡയറക്ടേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ, അവരെടുത്ത ഡിസിഷൻസ് ഇൻവാലിഡ് ആകുന്നില്ല എന്നുള്ളൊരു കേസ് നമ്മൾ പറഞ്ഞു. 177 പറഞ്ഞു, ഓഡിറ്റ് കമ്മിറ്റിയാണ്, അതും അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. 178 പറഞ്ഞു, നോമിനേഷൻ ആൻഡ് റിമ്യൂണറേഷൻ കമ്മിറ്റിയാണ്, അതിന്റെയും കുറച്ച് പാർട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ നമ്മൾ ആ സെക്ഷൻ 178 കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ സെക്ഷൻ 178 സബ്സെക്ഷൻ 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി, അതും നമ്മൾ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആ രണ്ടിനും കിട്ടുന്ന പെനാൽറ്റി, സെക്ഷൻ 177 സെക്ഷൻ 178 ഡിഫാൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ആണെങ്കിൽ 5 lakhs, അതുപോലെ തന്നെ നമ്മൾ ഓഫീസേഴ്സ് ഹൂ ഇസ് ഇൻ ഡിഫാൾട്ട്, ആരാണോ ഡിഫാൾട്ട് വരുത്തിയ അവർക്ക് 1 lakh rupees പെനാൽറ്റി കിട്ടും എന്നുള്ള കേസ് പറഞ്ഞു. സെക്ഷൻ 179 ബോർഡിന്റെ പവേഴ്സ് ആണ്. കുറെ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ, അതിനകത്ത് നമ്മളൊരു മിനിമം ഒരു 4 എണ്ണേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സെക്ഷൻ 180 എടുത്തു. 180 എടുത്തപ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു 179 കുറെ പവേഴ്സ് ഉണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് പാസ് ആക്കണം എന്ന് പറഞ്ഞു. 4 കാര്യമുള്ളൂ. അതിനകത്ത് ഞാൻ ആ പറഞ്ഞ അതൊന്ന് നല്ലപോലെ ഓർത്ത് വെച്ചേക്കണം. ബോറോ ചെയ്യുന്ന കാര്യം, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം കൂടെ അതിനകത്ത് അഡീഷണൽ ഉണ്ട്, ഞാൻ പറയാം. ഓക്കെ. അപ്പോ സെറ്റ് ആണല്ലോ. അപ്പം എന്താണെങ്കിലും ഇത് ഇത്രയും പഠിക്കുക. ഇതിനകത്ത് കുറച്ച് ഇനി വരുന്നുണ്ട് കാര്യങ്ങൾ, ഇതിനകത്ത് തന്നെ ഉണ്ട്, ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനകത്ത് ബോർഡ് മീറ്റിങ്ങിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൂടാതെ നമ്മൾ 2 സാധനങ്ങൾ പഠിച്ചു, ഓർത്ത് വെച്ചോണം. സെക്ഷൻ
18 മിനിറ്റ്സ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ SS1 പറഞ്ഞു, ബോർഡ് മീറ്റിംഗ്, നമ്മുടെ സെക്രട്ടറി സ്റ്റാൻഡേർഡ് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഇത്രയും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പോവുക. ഞാൻ എന്താണ്ട് എൻ്റെ കയ്യിൽ തന്നെ ടെക്സ്റ്റ് ഉണ്ട്. ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും തന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. അതിനകത്ത് വേണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് മാത്രം നോട്ട് ചെയ്തിട്ട് അത് വെച്ച് പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പാടായിട്ട് തോന്നും. അതല്ല, ഞാൻ ഈ പറഞ്ഞത് വെച്ച് ഓരോന്ന്, ഇപ്പം ഞാൻ പറഞ്ഞ ഇതിന്റെ കാര്യം 177 എടുക്കുകയാണെങ്കിൽ അതിന്റെ പിഴശിർക്കൽ അതൊക്കെ ഉണ്ടല്ലോ, അത് മാത്രം നോട്ട് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ കോറം അത് മാത്രം നോട്ട് ചെയ്ത് പോകുന്നു. ഈ പവേഴ്സ് മാത്രം നോട്ട് ചെയ്ത് പോകുന്നു. 180 വരുന്ന സമയത്ത് 4 പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പാടായിട്ട് തോന്നത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെക്ഷൻ ഓറിയന്റഡ് ആയിട്ട് ഞാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഈ സെക്ഷനും പഠിക്കണം, ഇതിന്റെ കൺസെപ്റ്റും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഏകദേശം നമ്മൾ 2 ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ബൈ, സീ യു സൂൺ.